തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലാണ് ഈ അതിക്രമം. വഴിയാത്രക്കാരെയും ഓട്ടോ ഡ്രൈവറെയും മർദ്ദിച്ചു. സ്ത്രീകൾക്കും മർദ്ദനമേറ്റിട്ടുണ്ട്. മർദ്ദനം മാത്രമല്ല, അസഭ്യവർഷവും. ഫോർട്ട് പോലീസ് എത്തി യുവാവിനെ പിടികൂടിയായിരുന്നു. അശ്വിൻ ഡിയാഗോ വിവരങ്ങൾ നൽകും. അശ്വിൻ, ഇവനൊക്കെ വല്ലതും ലഹരിയൊക്കെ അടിച്ചു കയറ്റി അല്ലെങ്കിൽ വലിച്ചു കയറ്റി തെരുവിലേക്ക് ഇറങ്ങുകയാണ്. ഈ കിഴക്കേക്കോട്ട എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഒത്തനടുക്ക് നഗരപ്രദേശം. എത്രയധികം ആളുകളാണ് ആ ചുറ്റുമുള്ളതെന്ന് നോക്കൂ. അവിടെ ഓട്ടോ ഡ്രൈവറെയും കണ്ണിൽ കാണുന്ന ആളുകളെയും സ്ത്രീകളെ ഉൾപ്പെടെ പച്ചത്തെറി വിളിക്കുന്നൊരു ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥൻ തടയാൻ ശ്രമിക്കുന്നതൊക്കെ കാണാം. തെറിവിളിക്കുന്നു, തല്ലാൻ ശ്രമിക്കുന്നു. അഴിഞ്ഞാട്ടമാണ് അക്ഷരാർത്ഥത്തിൽ. അതും ലഹരിയാണ് വില്ലൻ. അപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. എന്താണ് പോലീസ് പറയുന്നത് ഇപ്പോൾ? വൈകിട്ട് ഏതാണ്ട് 5:30 കൂടിയാണ് യുവാവിന്റെ പരാക്രമം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇയാൾ സ്റ്റാച്യു ഭാഗത്ത് KSRTC ബസ്സിൽ വെച്ചും ഇത്തരത്തിലൊരു സമാന പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷമാണ് കിഴക്കേക്കോട്ടയിലേക്ക് എത്തുന്നത്. കിഴക്കേക്കോട്ടയിൽ എത്തിയ ശേഷം അയാൾ അവിടെ ഉണ്ടായിരുന്ന കുറേ നാട്ടുകാരുമായി വാക്കേറ്റത്തിൽ ഏർപ്പെടുകയും നിരവധി പേരെ മർദ്ദിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് ചോദ്യം ചെയ്തെത്തിയ കൂടുതൽ പേരെ ഇയാൾ മർദ്ദിക്കുകയും സ്ത്രീകളടക്കമുള്ളവരെ ഇയാൾ അവിടെ മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പലരും എന്തിനാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത് എന്ന് അന്വേഷിക്കാമെന്ന പലരെ പോലും ഇയാൾ അവിടെ വെച്ച് മർദ്ദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൽ നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ്. ഇയാൾ ആ തർക്കത്തെ തുടർന്നാണ് ഇയാൾ അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ചോദ്യം ചെയ്ത് പലരെയും ഇയാൾ മർദ്ദിച്ചിട്ടുണ്ട്. ഓട്ടോ ഡ്രൈവർമാരെ മർദ്ദിച്ചിട്ടുണ്ട്. മുതിർന്ന സ്ത്രീകളെ ഇയാൾ മർദ്ദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ സ്ത്രീകൾക്ക് നേരെ അസഭ്യ വർഷം നടത്തിയിട്ടുണ്ട്. അതും നഗരമധ്യത്തിലാണ് എന്നുള്ളതാണ്. തൊട്ടടുത്താണ് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷൻ അടക്കം വരുന്നത്. ഇത് പിന്നീട് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നാണ് ഫോർട്ട് പോലീസ് അവിടേക്ക് എത്തി ഇയാളെ പിടിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇയാൾ പലരെയും അവിടെ കയ്യേറ്റ ശ്രമം നടത്തുന്നുണ്ട്. പലരെയും കയ്യേറ്റം ചെയ്തിട്ടുണ്ട്. അസഭ്യ വർഷമാണ് ഇയാൾ ഈ സ്കൂൾ വിട്ടുവരുന്ന സമയമാണ്. ഭാഗങ്ങളിൽ നിറയെ കുട്ടികളടക്കമുണ്ട്, സ്ത്രീകളടക്കമുള്ള ഒരു സമയത്താണ് ഇയാൾ ഈ ഒരു പരാക്രമം കാണിച്ചിട്ടുള്ളത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല. ആരാണ് ഇയാൾ എന്നതിനെ കുറിച്ചും ഒരു വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഫോർട്ട് പോലീസ് ഇയാളെ ആ സംഭവ സ്ഥലത്ത് നിന്ന് നിലവിലിപ്പോൾ എന്തായാലും കസ്റ്റഡിയിലെടുത്ത സ്റ്റേഷനിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൂജപ്പുര സ്വദേശിയാണ് താൻ എന്ന് ഇയാൾ ഇടയ്ക്ക് വിളിച്ചു പറയുന്നതായി കേൾക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കേൾക്കുന്നുണ്ട്. അത് പോലീസ് പരിശോധിച്ച് വരുന്നുണ്ട്. ഇയാൾ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ച ശേഷമാണോ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ്. എന്താണെങ്കിലും നോർമലായ ഒരു മനുഷ്യന് ഇങ്ങനെയൊന്നും പെരുമാറാൻ കഴിയില്ല. കുടുംബ പ്രശ്നമോ മറ്റോ ആണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും അതിന്റെ കലിപ്പ് തീർക്കുന്നത് നാട്ടുകാരോടാണ്. പോലീസ് അയാളെ പിടികൂടിയിട്ടുണ്ട്. ദൃശ്യങ്ങളിലൂടെ ആളുടെ മുഖവും ആൾ ചെയ്ത പ്രവൃത്തിയുമെല്ലാം വ്യക്തമാണ്. ഇത്തരത്തിൽ